ഗൈസ്, അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം, അതായത് ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ ടൂർ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ കറക്റ്റ് 9:00 തന്നെ നമ്മുടെ വണ്ടി വന്നു. കൃഷ്ണപ്രസാദ് എന്നാട്ടോ വണ്ടിയുടെ പേര്. ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഐഷു ഉണ്ട് ടൂർ പോകാനായിട്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും പാട്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ചിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോകുന്നത് ചാവക്കാടുള്ള ഫാം ഹൗസ് കാണാനാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫാമില്ലാന്ന് തന്നെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കുറേ പെറ്റ്സിൻ്റെ പടമൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ ഒട്ടകമാണ്. ഒട്ടകത്തിന് കൊടുക്കാൻ ഇലയൊക്കെ തന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകത്തിനെ നേരി കാണുന്നത്. നല്ല ഭംഗിയുണ്ടായി കാണാൻ. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ വാങ്ങി തിന്നു. പിന്നെ നമ്മൾ കണ്ടത് ഈ കാണുന്ന ഒരു വെള്ളക്കുതിരയായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായി കാഴ്ച കാണാൻ. ഒരു പാവം കുതിരയായിരുന്നത്. പുല്ലൊക്കെ തന്നു കൊടുക്കാൻ. അതിനുശേഷം കണ്ടത് ഈ കാണുന്ന ആടിനായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. നല്ല മാമാട്ടിക്കുട്ടിയുടെ പോലെ ഉണ്ടായിരുന്നു കാണാൻ. അതിന് കൊടുക്കാൻ ചോളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ഇത്തിരി ഡേഞ്ചർ കഴുതയാണ്. ആളെ കാണാൻ നല്ല ക്യൂട്ടൊക്കെയാണ്. പക്ഷെ ചെന്നപ്പോൾ തന്നെ നമ്മളെ കടിക്കാൻ വന്ന് ഭാഗ്യം ഇതിൻ്റെ കയ്യിൽ നിന്ന് കടി വാങ്ങി കൂട്ടായിരുന്നത്. അപ്പോൾ ആളിത്തിരി ഡേഞ്ചറായിരുന്നു. അതിനുശേഷം ഈ കാണുന്ന കളർഫുൾ കോഴികളാണ് നമ്മൾ കണ്ടത്. വെള്ള, മഞ്ഞ, പിങ്ക് അങ്ങനെ പലതരത്തിലുള്ള കളറുകളുണ്ട്. നല്ല ഭംഗിയുണ്ടായി കാണാൻ. അപ്പോൾ വീട്ടുകളുടെ പേര് സിൽക്കി എന്നാണ് വീട്ടുകളുടെ പേര്. ഈ കാണുന്നതാണ് ഗിനിപ്പന്നികൾ. ഒരുപാടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു വീട്ടുകളെ കാണാൻ. അപ്പോൾ ഇത് കാണുന്നത് ബംഗാൾ കാറ്റാണ്. അപ്പോൾ ആളെ കാണാൻ നല്ല നമ്മുടെ ഒരു പുള്ളിപ്പുലിയുടെ ലുക്കില്ലേ ഗൈസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ പേരും വായിക്കൊള്ളാത്ത പേരാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പേര് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ടു ഗൈസ്. അപ്പോൾ ഇതാണ് റെഡ് ഹാൻഡഡ് ടമറിൻ എന്നാണ് കാണിച്ചത്. തൊടരുത്, കടിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഗായ്സ്, മലമ്പാമ്പാണത്. അപ്പോൾ ഒരുപാട് റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെ കഴുത്തിലിട്ട് നിൽക്കുന്നത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആഗ്രഹം എന്തായാലും സാധിച്ചിട്ട് ഇതിനെ കഴുത്തിലിടാൻ. ദിവസത്തിൽ 20 മണിക്കൂർ വരെ ഉറങ്ങുന്ന ഒരു ജീവിയാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പം തന്നെ പറ്റിയ ഉറക്കമായിരുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ പോയത് 4 മണിക്കാറ്റ് കാണാനാണ്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ കയറണം. നല്ല രസമാണ്. ഫുള്ള് കായലും പാർക്കൊക്കെയാണ് ഇവിടെ. നിങ്ങൾക്ക് ഈ ടൂറിൻ്റെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുത്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.